തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി പാർട്ടി ഓഫീസുകൾ ആക്രമിച്ച് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ. രമേശ് പിഷാരടിയുടെ സാന്നിധ്യത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ് UDF. എതിർത്ത പാലക്കാട് മുൻ എംപിയും സംസ്ഥാന സമിതി അംഗവുമായി NN കൃഷ്ണദാസിനെ ഓഫീസിൽ കയറി കയ്യേറ്റം ചെയ്ത് പോലീസ്. നിരവധി പ്രവർത്തകരെ തല്ലിച്ചതച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂരിലും ഉദുമയിലും CPM ഓഫീസുകൾ തല്ലിത്തകർത്തു. പാലക്കാട് വിജയിച്ച രമേശ് പിഷാരടിയുടെ ആഹ്ലാദ പ്രകടനം CPIM ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് UDF പ്രവർത്തകർ പടക്കമെറിഞ്ഞത്. രമേശ് പിഷാരടിയുടെ തുറന്ന ജീപ്പിനൊപ്പം ഉണ്ടായിരുന്ന മുഖം മറച്ചവരായിരുന്നു CPIM ഓഫീസ് ലക്ഷ്യമിട്ട് പടക്കമെറിഞ്ഞത്. പിന്നാലെ കല്ലേറുമുണ്ടായി. ഇതിന്റെ മറവിൽ ലാത്തിചാർജ് നടത്തിയ പോലീസ് ജില്ലാ കമ്മിറ്റി കോമ്പൗണ്ടിൽ കയറി. മുൻ എംപിയും CPIM സംസ്ഥാന സമിതി അംഗവുമായ NN കൃഷ്ണദാസിനെയും പോലീസ് കയ്യേറ്റം ചെയ്തു. പാർട്ടി ഓഫീസിന്റെ പടിക്കെട്ടിൽ കൃഷ്ണദാസ് നിന്നതുകൊണ്ട് മാത്രം പോലീസ് ഉള്ളിലേക്ക് കയറിയില്ല. കാസർഗോഡ് തൃക്കരിപ്പൂരിലും ഉദുമയിലും പാർട്ടി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. തൃക്കരിപ്പൂരിലെ തക്കയത്ത് UDF പ്രവർത്തകർ ഉഗ്രശേഷിയുള്ള പടക്കം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞു. ഫർണിച്ചറുകൾ തല്ലി തകർത്തു. ഉദുമയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. ഉദുമയിലെ ഏരിയ കമ്മിറ്റി ഓഫീസായ ചട്ടച്ചാലിലെ കൃഷ്ണപിള്ള മന്ദിരത്തിനു നേരെ പടക്കം വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഓഫീസ് സെക്രട്ടറി K അരുൺകുമാറിനെയും CPM പ്രവർത്തകൻ സുമേഷിനെയും കയ്യേറ്റം ചെയ്തു. കൈരളി ന്യൂസ്, പാലക്കാട്, കാസർഗോഡ്.